ഇതിപ്പോൾ ഇതിൽ ചെറിയ കുഞ്ഞുങ്ങളുണ്ട്, അഡൾട്ടായിട്ടുള്ള വലിയ സൈസ് ഉണ്ട്. നമുക്കതിൽ കാണാൻ കഴിയും കുഞ്ഞുങ്ങൾ. അപ്പോൾ നമുക്ക് നെറ്റ് കൊണ്ട് സെപ്പറേറ്റ് ആക്കി എടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ കോരി എടുക്കുമ്പോൾ ചിലപ്പോൾ കുഞ്ഞുങ്ങളും വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അരിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചായ അരിപ്പി അങ്ങനെ എന്തെങ്കിലും അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുത്തു കഴിഞ്ഞാൽ അതിന് ചെറിയ ഹോളിലൂടെ കുഞ്ഞുങ്ങൾ താഴത്തേക്ക് പോകും. സുഹൃത്തുക്കളെ, നമ്മൾ അഭിലാഷിൻ്റെ ഫാമിനെ പറ്റിയിട്ട്, ഫിഷ് ഫാമിനെ, അലങ്കാര മത്സ്യ ഫാമിനെ പറ്റിയിട്ട് നമ്മൾ കുറച്ച് ദിവസം മുന്നേ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളത് കണ്ടു. നിങ്ങളെ ഒരുപാട് നല്ല പ്രതികരണങ്ങളാണ് നിങ്ങൾ നമുക്ക് തന്നത്. അതിൽ ഒരുപാട് നന്ദിയുണ്ട്. നമ്മുടെ ഓർഗാനിക് കേരളം ഇതുവരെയും ഇനി അങ്ങോട്ടും മുന്നോട്ട് പോകുന്ന നിങ്ങളെപ്പോലെയുള്ള ആളുകളുടെ അഭിപ്രായങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ്. നമ്മൾ അഭിലാഷിൻ്റെ ഒരു വീഡിയോ കൂടി കാണിക്കുന്നുണ്ട്. അതായത് ഈ അലങ്കാര മത്സ്യ മേഖലയിൽ ആളുകൾ ഫിഷ് ഫീഡ് കൊടുക്കുന്ന സമയത്ത് ഒന്ന് ഇവർക്ക് പ്രധാനമായിട്ടും ലൈവ് ഫീഡ് നിർബന്ധമാണ് ഈ അലങ്കാര മത്സ്യങ്ങൾക്ക്. അപ്പോൾ ഒരുവിധം ആളുകൾ നമ്മൾ ആർട്ടിമിയെ ഹാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ചിലർ മൊയിനയാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഈ മൊയിന വ്യത്യസ്തമായ 1-2 രീതികളിൽ പലരും ചെയ്യുന്നുണ്ട്. അതിൽ കോമൺ ആയിട്ട് എല്ലാവരും ഇപ്പോൾ കാണുന്നത് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ ഈസ്റ്റാണ് യൂസ് ചെയ്യുന്നത്. എന്നാൽ ഇന്ന് അഭിലാഷ് നമുക്ക് എങ്ങനെയാണ് കടലപ്പിണ്ണാക്ക് കൊണ്ട് മൊയിനേനെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്, മൊയിന കൾച്ചർ ചെയ്തിട്ട് ഇവർക്ക് ഫീഡ് കൊടുക്കാവുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കുന്നതെന്ന് നമുക്ക് അഭിലാഷ് കാണിച്ചു തരും. അപ്പോൾ നമുക്ക് അഭിലാഷിനോട് തന്നെ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ചോദിച്ച് നമുക്ക് വിശദമായിട്ട് കാണാം എങ്ങനെയാണ് ഈ മൊയിന കൾച്ചർ ചെയ്തിട്ട് ഈ കടലപ്പിണ്ണാക്ക് ഉപയോഗിച്ച് കൾച്ചർ ചെയ്യുന്നത് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. ഇപ്പോൾ മീനുകളെ, ഗപ്പികളെ സംബന്ധിച്ചിടത്തോളം ഗപ്പി ഫൈറ്റർ, അപ്പോൾ നമുക്കതിന് ഏറ്റവും കൊടുക്കാൻ പറ്റിയൊരു നല്ല ലൈഫ് ഫീഡാണ് ഈ മൊയിന. അത് നമുക്ക് ആർക്കും ചിലവില്ലാതെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം. നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡുകൾ ഉപയോഗിച്ചിട്ട് ഒരുപാട് ശ്രമമില്ലാതെ ശ്രദ്ധിച്ച് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നന്നായി നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു കൊടുക്കാൻ പറ്റും. ചെയ്യുന്നുണ്ട്. അതിൽ കൂടുതലായിട്ട് അഭിലാഷിന് റിസൾട്ട് ഏതാണ് കിട്ടിയിട്ടുള്ളത്? എനിക്ക് ഈസ്റ്റിനേക്കാളും കുറച്ച് കൂടുതൽ റിസൾട്ട് കിട്ടിയിട്ടുള്ളത് കടലപ്പിണ്ണാക്കാണ്. അതെന്താ കാരണം എന്ന് പറഞ്ഞാൽ, കടലപ്പിണ്ണാക്ക് ഞാൻ കിഴി കെട്ടിയിട്ടാണ് പാത്രത്തിലിടുന്നത്. അപ്പോൾ അതിന് ഫുഡ് എപ്പോഴും അതിനകത്ത് ഉണ്ടാവും. നമുക്ക് പേസ്റ്റ് ഒരു ദിവസം കൊടുത്തില്ലെങ്കിൽ പിറ്റേ ദിവസം ചിലപ്പോൾ മൊയിന ചത്ത് കിടക്കുന്ന, ചത്ത് പോകുന്ന ഒരു കൾച്ചർ ക്രാഷായി പോകുന്ന ഒരു അല്ല. ഞാൻ ചെയ്യുന്നത് കടലപ്പിണ്ണാക്ക് ഒരു 5 ദിവസം ഒരു കിഴി കെട്ടിയിട്ടും, എന്നിട്ട് കുറച്ച് ദിവസം 5 ദിവസം കഴിയുമ്പോൾ നമ്മൾ അതിന് മാറ്റിയിട്ട് പുതിയ വീണ്ടും കടലപ്പിണ്ണാക്ക് നിറച്ചിട്ട് കിഴി കെട്ടിയിട്ട് കൊടുക്കും. വേസ്റ്റ് നീക്കം ചെയ്യണം. പിന്നെ അതുമാത്രമല്ല, കടലപ്പിണ്ണാക്കിട്ട് നമ്മൾ ഓപ്പൺ സ്പേസിൽ വെക്കുകയാണെങ്കിൽ ഈ ആൽഗെ ഫോം ചെയ്യാൻ ഒരു എളുപ്പം മാർഗ്ഗമാണ്. അപ്പോൾ ഈ മൊയിനയ്ക്ക് കടലപ്പിണ്ണാക്ക് വെച്ച് ചെയ്യുമ്പോൾ ഈ മൊയിനയ്ക്ക് ആൽഗെ ഒരു നല്ലൊരു ഫുഡാണ്, ലൈഫ് ഫീഡാണ്. അപ്പോൾ ആൽഗെ കിട്ടുന്നതിൽ ഇപ്പോൾ നമുക്കൊരു സമയം കടലപ്പിണ്ണാക്കിൽ ഫുഡ് ഇല്ലെങ്കിൽ തന്നെ ഈ മൊയിനയ്ക്ക് ആൽഗയിൽ ഫുഡ് കിട്ടിക്കോളും, കഴിക്കാൻ കഴിയും. ഗുണം തന്നെയാണ്. അപ്പോൾ നമ്മൾ മാക്സിമം വെളിച്ചം തട്ടുന്ന ഒരു രാവിലത്തെ വെളിച്ചമൊക്കെ, രാവിലത്തെ വെളിച്ചം തട്ടുന്ന ഒരു സ്ഥലത്ത് വെക്കുക. അപ്പം നമുക്ക് നല്ലൊരു റിസൾട്ട്. ഇപ്പോൾ വെള്ളം നമ്മൾ ഒരുപാട് അഴുക്കാവുമ്പോൾ നമ്മൾ ഒരുമിച്ച് മാറ്റും. കൾച്ചർ നമ്മൾ അതിൽ നിന്ന് എടുത്തിട്ട് നമ്മളത് ഫുഡ് വേസ്റ്റ് വരുന്നതിനനുസരിച്ചിരിക്കും. നമ്മുടെ ഒരുപാട് വലിയ പാത്രമാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വേസ്റ്റ് വരുന്ന ഒരു പ്രോബ്ലം വരില്ല. ചെറിയ ചെറിയ പാത്രങ്ങൾ ചെയ്യുമ്പോൾ എളുപ്പം പെട്ടെന്ന് അടിഞ്ഞു കൂടും. അപ്പം നമ്മളത് ഇടയ്ക്ക് വേണമെങ്കിൽ നമുക്ക് പൈപ്പ് ഇട്ടിട്ട് നമ്മൾ വാട്ടർ ചേഞ്ച്, ഫിഷിൻ്റെ വാട്ടർ ചേഞ്ച് ചെയ്യുന്ന പോലെ നമുക്ക് ചെയ്യാം. എന്നിട്ട് കുറച്ച് പുതിയ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് ആദ്യം വേണ്ടത് മെയിനായിട്ട് നമുക്ക് കടലപ്പിണ്ണാക്കാണ്. കടലപ്പിണ്ണാക്ക്, പിന്നെ ഒരു തുണി, കോട്ടൺ തുണി, പിന്നെ നമുക്ക് വെള്ളം, ആവശ്യത്തിന് വെള്ളം, മൊയിന കൾച്ചറും അതാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യാൻ പോണത്? ആദ്യം നമ്മൾ ഈ കടലപ്പിണ്ണാക്ക് ഇപ്പോൾ എത്ര വെള്ളമാണോ എടുക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് കടലപ്പിണ്ണാക്ക് ഒരു ഏകദേശം കണക്ക് വെച്ചിട്ട് എടുക്കുക. എന്നിട്ട് ഇപ്പോൾ ഞാനിപ്പോൾ ഈ ബക്കറ്റിൽ ഇത്ര വെള്ളത്തിന് ഞാൻ ഇതിപ്പോൾ ഇതാണ് എടുക്കുന്നത് കടലപ്പിണ്ണാക്ക്. ഈ ഒരു ചെറിയ കഷ്ണം മതി, ചെറിയൊരു കഷ്ണമാണ്. ഇതൊന്ന് പൊട്ടിച്ചിങ്ങനെ ഇട്ട ശേഷം ഇതൊരു കിഴി പോലെ കെട്ടിയെടുക്കുക.
അങ്ങനെ കിഴി കെട്ടിയെടുത്ത ശേഷം നമ്മളൊരു വെള്ളത്തിൽ മൊയിന് ഇടുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഈ വെള്ളത്തിൽ ഒന്ന് കിഴി ഇട്ട് വെച്ചതിന് ശേഷം കുറച്ച് നേരം ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ അതൊന്ന് കുതിർന്നു പോകും. ആ കുതിർന്നു പോകുമ്പോൾ നമുക്കൊന്ന് കൈ കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് കൊടുക്കണം. ഇനി നമ്മൾ ഇട്ടൊരു ഒന്ന് കുതിർന്ന് കഴിയുമ്പോൾ നമ്മൾ അതൊന്ന് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിന് കടലപ്പിണ്ണാക്ക് ഒരു ലിക്വിഡ് പോലെ നമുക്കിങ്ങനെ പുറത്തേക്ക് വരും. അപ്പോൾ മൊയിനിക്ക് ആവശ്യമുള്ള ഒരു ഫീഡ് ഇപ്പോൾ അതിലായി കഴിഞ്ഞിട്ടുണ്ടാവും. അല്ലാതെ നമ്മൾ ഒരിക്കലും ഡയറക്റ്റ് മൊയിന് ഇട്ടതിന് ശേഷം കടലപ്പിണ്ണാക്ക് കിഴി കെട്ടിയിട്ട് അതിലിടരുത്. പല ആളുകൾക്കും അങ്ങനെ ഒരു പറ്റുന്ന അബദ്ധമാണ്. നമ്മൾ കടലപ്പിണ്ണാക്കിൽ ചെയ്യുന്നുണ്ട്, പക്ഷേ റിസൾട്ട് കിട്ടുന്നില്ല, കേടുവന്ന് പോകുന്നു. അത് കാരണം നമ്മൾ മൊയിനിട്ട് കൊടുക്കും, കടലപ്പിണ്ണാക്ക് ഒരു കിഴി കെട്ടിയിട്ട് അങ്ങനെ അതിനകത്ത് ഇട്ട് വയ്ക്കും. അപ്പോൾ നമ്മൾ ഒന്ന് കലക്കി വിട്ടതിന് ശേഷം പിന്നെ നമുക്ക് നമ്മുടെ മൊയിന കൾച്ചർ ഈ വെള്ളത്തിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇതിപ്പോൾ മൊയിന കൾച്ചർ അല്ലേ? അതെ. ഇതിപ്പോൾ എത്ര ദിവസം ആയിട്ടുണ്ടാവും ഇതിൻ്റെ ഇത്? ഇതിപ്പോൾ ഇതിൽ ചെറിയ കുഞ്ഞുങ്ങളുണ്ട്, അഡൾട്ടായിട്ടുള്ള വലിയ സൈസ് ഉണ്ട്. നമുക്കതിൽ കാണാൻ കഴിയും കുഞ്ഞുങ്ങൾ. അപ്പോൾ നമുക്ക് നെറ്റ് കൊണ്ട് സെപ്പറേറ്റ് ആക്കി എടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ കോരി എടുക്കുമ്പോൾ ചിലപ്പോൾ കുഞ്ഞുങ്ങളും വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അരിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചായ അരിപ്പി അങ്ങനെ എന്തെങ്കിലും അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുത്തു കഴിഞ്ഞാൽ അതിന് ചെറിയ ഹോളിലൂടെ കുഞ്ഞുങ്ങൾ താഴത്തേക്ക് പോകും. നമുക്ക് കൊടുക്കാൻ ഫീഡിനുള്ളത് മാത്രം നമുക്ക് എടുക്കാൻ പറ്റും. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതിന്ന് ഈ വെള്ളത്തിലേക്ക് ഒന്ന് അങ്ങനെ ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ ആഡ് ചെയ്തു. ഇനി നമുക്കിതിൽ ചെയ്യേണ്ടത് കുറച്ച് ചിലപ്പോൾ ഒരു ദിവസം കഴിഞ്ഞ ശേഷം നമുക്ക് നോക്കുമ്പോൾ സാധാരണ നമ്മൾ ഈസ്റ്റ് കൊണ്ട് ചെയ്യുമ്പോൾ കാണുന്നത് പോലെ തന്നെ വെള്ളമൊന്നും തെളിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് തന്നെ ഒന്ന് പിഴിഞ്ഞു കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ലിക്വിഡ് അങ്ങോട്ട് പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് നമ്മുടെ മൊയിനിക്ക് ഫീഡ് ആയിക്കോളും. ഇത് ഓരോ ദിവസം ഇങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്യാം. അങ്ങനെ ഒരു 5 ദിവസം ഈ ഒരു കിഴി കെട്ടിയിടാം അല്ലേ? അതിനുശേഷം നമുക്കിത് ഇതൊന്ന് കൾച്ചർ മാറ്റിയെടുത്ത ശേഷം അത് മൊത്തം നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. എന്നിട്ട് വീണ്ടും വെള്ളം കംപ്ലീറ്റ് മാറ്റുമോ? വെള്ളം നമുക്ക് ഒരുപാട് വേസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അടിയിൽ നിന്ന് പൈപ്പ് വെച്ചിട്ട് നമുക്ക് വലിച്ചെടുത്ത് കളയാം. മുഴുവൻ വെള്ളം മാറ്റേണ്ട ആവശ്യമില്ല. നമുക്ക് ഈസ്റ്റിലാണെങ്കിൽ ഒരുപാട് അഴുക്ക് വരും. നമുക്ക് ഈ കടലപ്പിണ്ണാക്കിൽ അധികം അഴുക്ക് വന്നായിട്ട് അനുഭവമില്ല. അപ്പോൾ നമുക്ക് വെള്ളം ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെ നമ്മൾ ഇത് വെള്ളം മാറ്റാറുള്ളത്. മൊത്തം കൾച്ചർ മാറ്റിയിട്ട് പുതിയ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് പുതിയത് ചെയ്യാം. അങ്ങനെ ചെയ്യാറുണ്ട്. എടുക്കും. കൾച്ചർ മുഴുവൻ എടുത്ത് നമുക്ക് ആവശ്യമുള്ള കൾച്ചറിന് ഉള്ളത് നമ്മൾ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് നമ്മൾ ഫിഷിന് ഫീഡ് ചെയ്ത് കൊടുക്കും. ഇത് ശരിക്കും നമ്മൾ ഫിഷിന് കൊടുക്കുമ്പോൾ നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത്. അതെ, നല്ലൊരു ലൈഫ് ഫീഡാണ്. നല്ല പ്രോട്ടീൻ കണ്ടന്റുള്ള ഒരു ഇതാണ് മൊയിന. നമുക്ക് ആർട്ടീമിയ ഇല്ലാത്ത പക്ഷം ഒരുപാട് പേര് ഉപയോഗിക്കുന്ന ഒരു ലൈഫ് ഫീഡാണ് മൊയിന അല്ലേ? എല്ലാവർക്കും ചെയ്യാനൊരു എളുപ്പമുള്ള ഒരു കൾച്ചർ കൂടിയാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് മൊയിന കൾച്ചർ ഒന്ന് മൂടി വെക്കണം. മൂടി വെച്ചില്ലെങ്കിൽ നമുക്ക് കൊതുകിനെ പേടിച്ചിട്ട് തന്നെയാണ്. അപ്പോൾ അത് മൂടി വെച്ചില്ലെങ്കിൽ നമുക്കും ദോഷമാണ്, നമ്മുടെ പരിസരത്തുള്ള ആളുകൾക്കും ദോഷമാണ്. അപ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ടാണെങ്കിലും ആ ഒരു തെറ്റ് ചെയ്യാത്തത് നമുക്കൊന്ന് തടയണം എന്നുള്ള രീതിയിൽ ആ കൾച്ചർ നമ്മളൊന്ന് കൊതുക് പോലെയോ അല്ലെങ്കിൽ ഒരു കനം കുറഞ്ഞിട്ടുള്ള ഒരു തുണി കൊണ്ടൊന്ന് കെട്ടി ഉറപ്പിച്ച് വെക്കണം. ഇതിനകത്തേക്ക് എയർ കിടക്കുന്ന രീതിയിൽ വേണം ചെയ്യാൻ. ഒരുപാട് ഇരുട്ടാവാനും പാടില്ല. കൊതുകുവലിയാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു മാർഗം. നമുക്ക് നമ്മൾ തുണിയൊക്കെ വെച്ച് മൂടി കഴിയുമ്പോൾ ഒരു ഇരുട്ട് പിടിച്ച അവസ്ഥയും ആയിരിക്കും ഫുൾ ടൈം അതിനകത്ത്. അപ്പോൾ മൊയിന കൾച്ചർ നശിച്ചു പോകാനൊക്കെ ഒരു സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് നെറ്റ് വെച്ച് മൂടി കഴിഞ്ഞാൽ കുഴപ്പമില്ലാതെ അകത്തേക്ക് കൊതുകും കിടക്കില്ല, നമുക്ക് അതിനകത്തേക്ക് വെളിച്ചം കിട്ടും. അപ്പോൾ നിങ്ങൾ അഭിലാഷ് മൊയിന കൾച്ചർ ചെയ്തത് കണ്ടു. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ രസകരമായി തോന്നിയിട്ടുണ്ടായിരിക്കും. കാരണം ഈ ഈസ്റ്റിനെ പോലെ തന്നെ വേറെ രീതിയിലാണെന്ന് മാത്രം, കടലപ്പിണ്ണാക്കാണ് അതിന് യൂസ് ചെയ്യുന്നതെന്ന് മാത്രം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കും ഏതാണോ ഈസി എന്ന് വെച്ചാൽ ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. കടലപ്പിണ്ണാക്കോ ഈസ്റ്റോ വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ അഭിലാഷ് ഇത്രയും വ്യക്തമായിട്ട് കാണിച്ചു തരാൻ കാരണം അഭിലാഷ് 2 രീതിയിലും ഇവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇച്ചിരി വിജയകരമായിട്ട് കൊണ്ടുപോയത് ഈ കടലപ്പിണ്ണാക്ക് വെച്ചിട്ട് ചെയ്തപ്പോഴാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയായിരിക്കും. എന്തായാലും നമ്മുടെ ഈ വീഡിയോ എല്ലാവരിലേക്ക് എത്തിക്കുക. അഭിലാഷിനെ പോലെയുള്ള ഫിഷ് ബ്രീഡേഴ്സ് എല്ലായിടത്തും അറിയട്ടെ. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ അടുത്തൊരു വീഡിയോയിൽ കാണാം. നമുക്ക് ഓർഗാനിക് കേരളത്തിൻ്റെ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ നമുക്ക് തന്ന എല്ലാ സപ്പോർട്ടോടും കൂടിയിട്ട് കൂടെ